നമ്മുടെ വെയിറ്റിങ്ങിനൊരു ഫലം ഉണ്ടാവുമ്പോൾ നിന്റെ ഈ അഭിപ്രായം അങ്ങ് മാറിക്കോളും. അപ്പൊ പതിവ് പോലെ എന്റെ തോളി തട്ടി സൂപ്പർ എന്ന് പറഞ്ഞ് നീ എന്നെ അഭിനന്ദിക്കും. എടാ മോനെ, ഇത്തവണ നിന്നെ കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കില്ലാന്ന് തോന്നുന്നു. എടാ, നേരെ എത്രയും നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതുവരെ അവളുടെ വീട്ടിലോട്ടൊരു പൂച്ചക്കുഞ്ഞു പോലും കയറി പോകുന്നത് നമ്മൾ കണ്ടില്ലല്ലോ. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരാളെ പോലും കണ്ടില്ല. നമ്മൾ രണ്ട് മണ്ടന്മാര് ഇവിടെ പോസ്റ്റായി നിൽക്കുന്നത് മാത്രം മിച്ചം. നീയൊന്ന് അടങ്ങ് മോനെ സാംകുട്ടി. നിന്നോട് തുടക്കത്തിലേ ഞാൻ പറഞ്ഞതാ കുറച്ചു നേരം ക്ഷമയോടെ കാത്തു നിൽക്കേണ്ടി വരുമെന്ന്. അന്നേരെല്ലാം തലവുലക്ക് സമ്മതിച്ചിട്ട് ഇപ്പൊ ഒരുമാതിരി ഓഞ്ഞ ഡയലോഗ് അടിച്ചോണ്ടല്ലോ. അത് പിന്നെ മണിക്കൂറിൽ 3 ബിയർ എന്ന വെയിറ്റിംഗ് ചാർജ് ഓപ്ഷനിൽ വീണ് പോയതല്ലേ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ, ഇതിങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ കാത്തു നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പൊ അറിഞ്ഞല്ലോ. സമ്മതമാണെങ്കിൽ നിന്നാ മതി, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടോ. ചുമ്മാ നെഗറ്റീവ് അടിച്ച് മനുഷ്യന്റെ ഉള്ള മൂടും കൂടി കളയല്ലേ. എന്താ മോനെ നീ പറഞ്ഞത്? വിട്ടോളാം ഞാൻ. ഒരു 15 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്താലേ ബിയർ 6 എന്റെ അക്കൗണ്ടിലോട്ട് കയറുന്നത്. ഇപ്പൊ നിന്റെ നമ്പർ എനിക്ക് മനസ്സിലായടാ കുട്ടാ. നമ്മൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് പോയാൽ ആ ബിയറിന്റെ കാശ് നിനക്ക് ലാഭിക്കാലോ. അത് വേണ്ട. ഇത്ര നേരം കുത്തിപ്പിടിച്ച് നിന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിലേ ഇനി കുറച്ചു നേരം കൂടി പോസ്റ്റ് ആവാൻ നിന്റെ ഈ ചങ്ക് ബഡ്ഡി റെഡിയാടാ. പക്ഷേ അപ്പോഴും ഞാൻ പറയും, ഈ വെയിറ്റിംഗ് കൊണ്ട് നിനക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതൊക്കെ നിന്റെ വെറും തോന്നലാ സാംകുട്ടി. ഈ അരുൺ ഭാസ്കർ ഒരു കാര്യത്തിന് ഒരുമ്പിട്ടിറങ്ങിയ അതിന്റെ വാലറ്റം കയ്യിൽ പിടിച്ച് ഞാൻ കളം വിടാറുള്ളൂ. എടാ, നമ്മളിവിടെ ഇങ്ങനെ മിസ്സിസ് മാളവിക ജോബിന്റെ കൊട്ടാര പരിസരത്ത് ക്ഷമയോടെ കാത്തു നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയൂ? നിന്റെ തലയ്ക്ക് ഭ്രാന്തായിട്ട് അല്ല, അവളുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. സാംകുട്ടി, മാളവികയുടെ വീട്ടിലേക്ക് ആകെ ഉള്ളൊരു വഴിയാ ഇത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്താലേ ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വന്നാലോ അവിടേക്ക് ആരെങ്കിലും ചെന്നാലോ നമുക്കറിയാൻ പറ്റും. അതെനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ അവളുടെ വീട്ടിലേക്ക് വരുന്നവരുടെയും പോകുന്നവരുടെയും എണ്ണം എടുത്തുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഉത്തമ, ഒന്നുകിൽ മാളവികയോ അല്ലെങ്കിൽ അവളുടെ അമ്മായിയമ്മയോ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. ഓക്കെ, അങ്ങനെ പുറത്തേക്ക് പോയാൽ? പുറത്തേക്ക് വരുന്നത് മാളവികയാണെങ്കിൽ അവളെ സൗകര്യമായിട്ട് മാറ്റി നിർത്തി നമ്മൾ സംസാരിക്കും. വരുന്നത് അവളുടെ ആന്റി ആണെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യും? എങ്കിൽ കൂടുതൽ സൗകര്യമായി മോനെ. അമ്മച്ചി ഭക്തിലേന മിക്കവാറും എല്ലാ ദിവസവും പള്ളിയിൽ പോവാറുണ്ട്. അതും ഏകദേശം ഈ ടൈമില്. കൊള്ളാം. വളയ്ക്കുന്ന പെണ്ണിന്റെ അമ്മായി അമ്മയുടെ റൂട്ട് മാപ്പ് വരെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന നിന്നെ ഞാൻ നമിച്ചു മോനെ. എന്നിട്ട് ബാക്കി അടിയൂടെ പറ, കേക്കട്ടെ. അങ്ങനെ ആന്റി പതിവ് പോലെ പള്ളിയിലേക്ക് പോകുന്ന ആ ടൈം നമ്മൾ വളരെ ബുദ്ധിപരമായി വിനിയോഗിക്കുന്നു. എന്ന് വെച്ചാ അമ്മച്ചി പുറത്തു പോകുന്ന ടൈം നോക്കി ഞാൻ അകത്ത് കയറുമെന്ന്. അല്ല, അവിടെ വേറെ ആരെങ്കിലും കാണുമെങ്കിലോ? വേറെ ആരും ഇതുവരെ അവിടെ ഇല്ല. നമ്മുടെ ഡോക്ടർ സാർ ഹോസ്പിറ്റലാ ഉള്ളത്. ഞാൻ വിളിച്ച് അന്വേഷിച്ചിരുന്നു. എന്റെ അളിയാ, നീ ഒരു സംഭവം തന്നെ മോനെ. അല്ല, ഒരു സംശയം. നീ അകത്ത് കയറുന്ന സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലോ? അതിനാണല്ലോ ഞാൻ നിന്നെ ഇവിടെ നിർത്തുന്നത്. ഈ റോഡിൽ നിന്ന് ആരങ്ങോട്ട് വന്നാലും ഞാൻ വിസിലടിക്കണമെന്നല്ലേ? മനസ്സിലായടാ? എന്ന് വെച്ചാ നീ അവളുമായിട്ട് കിഞ്ഞരിക്കാൻ പോകുമ്പോഴും ഞാൻ ഇവിടെ പോസ്റ്റായിട്ടൊന്ന് ഡ്യൂട്ടി ചെയ്യണമെന്ന് അല്ലേ? അതാണ്. ഓക്കെ, എൻജോയ് നിന്റെ ടൈം. പക്ഷേ മോനെ, അങ്ങനെ വിസിലടിക്കേണ്ടി വന്ന അതിന് പ്രത്യേകം ബിയറാണേ. അത് മര്യാദ തന്നിരിക്കും. ആന്റി എങ്കിൽ ആന്റി, മോളെങ്കിൽ മോള്. ആരെങ്കിലും പുറത്തേക്ക് വന്നാൽ മതിയായിരുന്നു. നീ ഇറങ്ങിയോ മോളെ? ഞാൻ അപ്പൂനെ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. കോള് കണക്ട് ആവുന്നേ ഇല്ല. ചിലപ്പോ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും ആന്റി, അല്ലെങ്കിൽ ഫോൺ ചാർജറിന് ഓഫായി പോയതായിരിക്കും. ഗീത ആന്റി വിളിച്ചു നോക്കിയേ. എപ്പോഴും ഗീതയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി.
ഞാൻ വിളിക്കുമ്പോ ഗീതയുടെ വിഷമം ഇരട്ടിക്കല്ലേ ഉള്ളൂ. ജീസസ്, വിജയ്ക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. ആന്റി വിഷമിക്കണ്ട, വീപ്പങ്കിളിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൂനും ആകെ സങ്കടമായിട്ടുണ്ടാവും. അറിയാതെയാണെങ്കിലും അവള് കാരണമാണല്ലോ ഇങ്ങനെല്ലാം സംഭവിച്ചതെന്ന് ഓർത്തിട്ട്. ഇന്നലെ അപ്പു വിജയെ കാണാൻ പോകാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങനൊക്കെ സംഭവിക്കുന്ന അപ്പം കരുതിയിട്ടുണ്ടാവില്ല. നീ അപ്പൂനെ വിളിച്ചിരുന്നോ? ഇല്ല. അതെന്താ? നിനക്ക് സ്പെയർ ഒരു ഫോൺ തന്നൂന്ന് ജോബിൻ പറഞ്ഞല്ലോ. അത് ശരിയാകുന്നില്ലേ? അത് ശരിയാവത്തല്ല ആന്റി, ഞാനത് ഉപയോഗിച്ചു തുടങ്ങിയില്ല. അതെന്താ? പിന്നെ ആവട്ടെ എന്ന് വെച്ചു. പിന്നെ കുറച്ചു ദിവസം ഫോൺ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഞാനിനിയിപ്പോ കുറച്ചു ദിവസം വീട്ടിലുണ്ടാവും. ആന്റിക്ക് ഡോക്ടറിനെ എന്നെ വിളിക്കണമെങ്കിൽ അമ്മയുടെ അച്ഛന്റെ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ. അതൊക്കെ ശരി തന്നെ. നീ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ ഇപ്പൊ തന്നെ നോക്ക്, നീ തനിച്ചാ വീട്ടിലേക്ക് പോകുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നിനക്ക് എന്നെയോ ജോബിനെയോ മുരളിയോ ഒന്ന് വിളിക്കേണ്ടി വന്നാ നീ എന്ത് ചെയ്യും കുട്ടി? അതോർത്ത് ആന്റി പേടിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ വിളിക്കാനുള്ള നമ്പറൊക്കെ എനിക്ക് കാണാതെ അറിയാം. ആരുടെങ്കിലും ഫോണിൽ നിന്ന് വിളിക്കാവുന്നല്ലേ ഉള്ളൂ. എന്നാലും എന്തിനാ ഈ വാശി? അതെനിക്ക് മനസ്സിലാവുന്നില്ല മാളു. എന്ന് ഞാൻ ഇറങ്ങട്ടെ ആന്റി, വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കാം. മാളു, എന്താ ആന്റി? നിന്നോട് ഇന്നലെ മുതൽ ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്നോട് മാത്രമല്ല, ജോബിനോടും. എന്താ ആന്റി? സത്യം പറയണം, നീയും ജോബിനും തമ്മിൽ എന്തിനാ പിണങ്ങിയത്? ഞാനും ഡോക്ടറും തമ്മിൽ പിണങ്ങിന്നോ? എന്ന് ആര് പറഞ്ഞു ആന്റിയോട്? നോക്ക്, ഏത് സാഹചര്യത്തിലും സത്യം മാത്രമേ പറയാവൂന്ന് 30-30 വർഷം കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപികയാണ് ഞാൻ. സ്വന്തം ജീവിതത്തിലും ആർക്കും ഉപദ്രവമില്ലാത്ത കള്ളങ്ങളെ എനിക്ക് പറയേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരാളോട് സംസാരിക്കുമ്പോൾ കള്ളം പറയുന്നത് അല്പം സൂക്ഷിച്ചു വേണം. എന്തോ ഒരു പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ടെന്ന് ഇന്നലെ യാത്ര കഴിഞ്ഞ് വന്ന് കയറിയപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. യാത്രാക്ഷീണം കൊണ്ടാവുമെന്ന് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ പിന്നീട് അതൊന്നുമല്ല കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങോട്ടൊന്നും ചോദിക്കാതെ തന്നെ നീയോ ജോബിനോ അതേക്കുറിച്ച് എന്നോട് സൂചിപ്പിക്കുമെന്നാ ഞാൻ കരുതിയത്. ഇത്രയും നേരമായിട്ടും അങ്ങനൊന്നും സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല, നീ ഇന്ന് ജോബിനെ കൂടാതെ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. രണ്ടുപേരും തമ്മിൽ അത്ര നല്ല ടേംസിലല്ലെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ കാരണങ്ങളൊക്കെ വേണോ? എന്താ, ഞാൻ ചോദിച്ചത് ശരിയല്ലേ? അതോ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് എന്നെ മണ്ടിയാക്കാനാണോ ഉദ്ദേശം? ആന്റി, ആന്റി കരുതുന്ന പോലെ ഞാനും ഡോക്ടറും തമ്മിൽ അത്ര വലിയ പിണക്കമൊന്നുമില്ല. വലിയ പിണക്കമാണോ ചെറിയ പിണക്കമാണോ എന്നല്ല ഞാൻ നിന്നോട് ചോദിച്ചത്. പിണങ്ങാനുണ്ടായ കാരണമാ ചോദിച്ചത്. എന്താ മാളു, ഇനി അതും ഞാൻ ഇതുപോലെ ഊഹിച്ചു പറയണോ? ആ പിണക്കത്തിന്റെ പേരിലല്ലേ നീ ഇപ്പൊ ഫോൺ ഉപയോഗിക്കാൻ കൂട്ടാക്കാത്തത്? ആന്റി, അത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് 2 ദിവസം മുൻപ് വരെ ഡോക്ടറും ഞാനും തമ്മിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇവിടുന്ന് പോയപ്പോഴേ എന്റെ ഫോൺ ചാർജറിന്ന് ഓഫായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാനത് ഉപയോഗിച്ചില്ല. ഒരു ദിവസം ഡോക്ടർ എന്റെ ഫോൺ ചാർജിനിടാന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ല. അതിനെ ചൊല്ലിയുള്ള നിസ്സാര പിണക്കമായിരുന്നു ഇത്. പക്ഷെ പിന്നീട് ഡോക്ടർ അത് സീരിയസ് ആക്കി എന്നോട് പിണങ്ങി നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് അത് വെറും തമാശയാവുന്ന. പക്ഷെ പിന്നീട് എയർപോർട്ടിലേക്കുള്ള യാത്രയിലും ഫ്ലൈറ്റിൽ വെച്ചും ഇവിടെ വന്നപ്പോഴൊക്കെ എന്നോടെന്തോ ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുക. ഞാൻ എത്ര സോറി പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കൊള്ളാം. രണ്ടിനെയും പിടിച്ചു വല്ല കിൻഡർ ഗാർഡനിലും കൊണ്ടിരുത്തുകയാ വേണ്ടത്. ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിനാണോ നീയും അവനും ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അവനിങ്ങി വരട്ടെ, നല്ലത് കൊടുക്കുന്നുണ്ട് ഞാൻ. അയ്യോ ആന്റി, ഞാനിതൊന്നും ആന്റിയോട് പറഞ്ഞു പറയരുത്. പിന്നെ അതിനും എന്നോടാവും ഡോക്ടർ ദേഷ്യപ്പെടുന്നത്. നീ അതൊന്നും ഓർത്ത് ഭയപ്പെടണ്ട. പിന്നെ അവനോട് പിണങ്ങി നീ ഫോൺ ഉപയോഗിക്കാതിരിക്കണ്ട. മര്യാദയ്ക്ക് നിന്റെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കേ. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോ അതിൽ നിന്ന് വേണം എന്നെ വിളിക്കാൻ, കേട്ടോ?
ഇതുവരെ മാള് പോയിട്ട് ആ വീട്ടിലേക്ക് ഒരു വേലക്കാരി പോലും പോകുന്നത് ഞാൻ കണ്ടില്ല. ഇനി എന്താ നിന്റെ പ്ലാൻ? ഈ കാത്തുനിൽപ്പ് അസ്തമയം വരെ നീട്ടാനാണെങ്കിൽ എന്റെ പൊന്നു മച്ചമ്പി നമ്മളില്ല. അളിയവിടെ നിന്നോ, ഞാൻ ഏതെങ്കിലും ഓട്ടോയ്ക്ക് കൈ കാണിച്ചെങ്കിലും രക്ഷപ്പെട്ടോളാം. എടാ എന്തായാലും ഇത്രയും നേരം നിന്നില്ലേ? അതുകൊണ്ട് ഇനി കുറച്ചു നേരം കൊണ്ട് നിൽക്കാന്ന. കഴിഞ്ഞ കുറെ നേരമായിട്ട് നീ ഈ കുറച്ചു നേരം എന്ന പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലളിയ, ഇന്നത്തെ ഡ്യൂട്ടി നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. എന്നിട്ട് മനോഹരമായി നമുക്ക് മടങ്ങിപ്പോയി തണുത്ത ബിയറൊക്കെ കഴിച്ച് ഒന്ന് ചില്ലാവാം. ഇന്നത്തെ ഫുൾ ചെലവും നിന്റെ വകയാണേ. രാവിലെ മുതൽ പോസ്റ്റ് നാട്ടിയേണ്ട ക്ഷീണം ഒന്ന് മാറട്ടെ. ഓ സമ്മതിച്ചു. പക്ഷെ ഒരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താ നിനക്ക് എന്റെ വക ഒരു ബിയർ കൂടി അധികം തരുന്നതായിരിക്കും. വേണ്ട, ഇന്നത്തെ കോട്ട കൊണ്ട് ഞാൻ ഹാപ്പി ആയിക്കോളാം. ഈ 15 മിനിറ്റ് നീ നാളത്തെ ഡ്യൂട്ടിയിൽ ആഡ് ചെയ്താൽ മതി. ശേ, കളഞ്ഞിട്ട് വാടേ, എത്രയെന്ന് വിചാരിച്ച. ശരി, പക്ഷെ സാമേ, ഇങ്ങനെ 2-3 ദിവസം കാത്തു നിന്നാലും വിചാരിച്ച കാര്യം നേടാതെ ഈ അരുൺ ഭാസ്കർ പിന്നോട്ടില്ല. അത് പിന്നെ നിന്റെ ഒരു റൂട്ട് നമുക്ക് അറിയാലോടോ മോനെ. എന്തായാലും നിന്റെ ഈ മെനക്കെടാനുള്ള മനസ്സ്, അതിനു മുന്നിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നീ പുലിയാ. മതി സുഖിപ്പിച്ചത്. നീ വാ. കേറ്. മച്ചു, ദേ നോക്കടാ, നിന്റെ മാളുമൊയിലും മാളം വിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ മെനക്കെടുന്നതിന് എന്നെങ്കിലും ഒരു പ്രയോജനം കാണുമെന്ന്. എന്തായാലും ഇന്നത്തെ വെയിറ്റിംഗ് വെറുതെ ആയില്ല. ഇവിടെ നിന്ന് കുറച്ച് മാറിയാ ഞാൻ അവളെ കയറി അങ്ങ് മുട്ടും. നീ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യണം. അളിയ, മുട്ടുന്നത് കൊള്ളാം, പക്ഷെ കുളമാക്കരുത്. കൊടുക്കുന്ന നാട്ടുകാർ കൂടിയ പ്രശ്നമാവേ. ഒന്നുമില്ലടാ, നീ ഒന്ന് പേടിക്കാതിരി. ഞാൻ പറയുന്നത് നീ അങ്ങ് ചെയ്താൽ മതി. ഞാനും മാളുമായി സംസാരിക്കുന്നത് നീ മൊബൈലിൽ ഷൂട്ട് ചെയ്യണം. ഓക്കെ? ശരി, വാ. ഗുഡ് മോർണിംഗ്. എന്താ മാഷേ, നമ്മളൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞാലെങ്കിലും തിരിച്ചൊന്ന് വിഷ് ചെയ്തൂടെ? പിന്നെ എന്തൊക്കെയുണ്ട് മാളവിക വിശേഷങ്ങള്? ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ തിരിച്ചെത്തിയല്ലേ? എന്നോട് ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? മധുവിധ ആഘോഷത്തിനിടെ നമ്മളൊക്കെ അങ്ങ് മറന്നുപോയോ? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നല്ലേ? എനിക്ക് തോന്നി. അരുൺ, എന്റെ കാര്യങ്ങളൊക്കെ താൻ എന്തിനാ അന്വേഷിക്കുന്നത്? ആ, അത് കൊള്ളാം. അതെന്തുകൊണ്ടാണെന്ന് തനിക്ക് ഇനിയും മനസ്സിലായില്ല? സ്നേഹമുള്ളതുകൊണ്ട്. എനിക്കിപ്പോഴും തന്നോട് മുടിഞ്ഞ പ്രേമാടോ. എന്താ ചെയ്യാ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അരുൺ, മൈൻഡ് യുവർ വേർഡ്സ്. അത് തന്നെയാ എനിക്കും തന്നോട് പറയാനുള്ളത്. എന്റെ വാക്കുകൾ എപ്പോഴെങ്കിലും താനൊന്ന് മൈൻഡ് ചെയ്യടോ. എത്ര നാളായി ഞാനിങ്ങനെ പുറകെ നടക്കുന്നു. ഒന്നുമില്ലെങ്കിലും ഞാൻ തന്റെ ആദ്യത്തെ കാമുകനും ഭർത്താവാകേണ്ടിയിരുന്ന ആളുമല്ലേ. ആ ഒരു പരിഗണനയെങ്കിലും തനിക്ക് എന്നോട് കാണിച്ചൂടെ മാളൂ? അന്ന് ഞാൻ തന്റെ വീട്ടിൽ വന്ന ദിവസം താൻ എന്നെ മൈൻഡ് ചെയ്തു കൂടി ഇല്ലല്ലോ. എനിക്കത് ശരിക്ക് ഫീൽ ചെയ്തു. തന്നോട് ഞാൻ പറഞ്ഞോ എന്റെ വീട്ടിലേക്ക് വരാൻ? അരുൺ പ്ലീസ്, എന്നൊന്ന് വെറുതെ വിടുത്താൻ. ഞാൻ പറഞ്ഞല്ലോ മാളവിക, തന്നെ ദ്രോഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടാണോ പിന്നാലെ നടന്ന് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ അങ്ങനെ ഇഷ്ടപ്പെടണ്ടെന്ന് ഞാനും പറഞ്ഞില്ലേ തന്നോട്? നോക്ക്, എനിക്കൊരു കുടുംബമുണ്ട്, ഞാനൊരു ഭാര്യയാണ്. മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യാൻ തനിക്ക് നാണമില്ല അരുൺ? അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ മേലല്ല എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാതിരുന്നൂടെ? ഓക്കെ, മാളവിക പറയുന്നത് എന്തു അനുസരിക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരേ ഒരു തവണ താൻ അനുസരിക്കണം. അതിന് തയ്യാറാണെങ്കിൽ ഞാൻ പിന്നെ തന്റെ പിന്നാലെ നടക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തു പറയുന്നു?
പറ്റില്ലെന്ന് ഞാൻ മര്യാദയ്ക്ക് തന്നോട് പറഞ്ഞതാ. എന്നിട്ടും താൻ ഇങ്ങനെ എന്റെ പിന്നാലെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി അതിനുള്ള മറുപടി എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പം ഉണ്ടാവും. പറഞ്ഞേക്കാം. എങ്ങനെ? അതിനുള്ള ധൈര്യമൊന്നും മോൾക്കില്ലാന്ന് എനിക്കറിയാം. പകരം എന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോസ് കൊണ്ട് ഞാനൊരു മറുപടി അങ്ങോട്ട് പറഞ്ഞാലോ? താനെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഹേയ്, ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചതാ. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ഡോക്ടർ ഇപ്പൊ ആളെങ്ങനെയുണ്ട്? തന്നോടുള്ള പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നെ എന്തോ സംശയമുള്ളത് പോലെ. ഞാനൊന്നും ചെയ്തിട്ടില്ലേ. താനാണ് സത്യം. നമ്മൾ വെറും നിരപരാധിയാണേ. അതിന് താൻ എന്തെങ്കിലും ചെയ്തായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, തന്റെ ഈ മുഖഭാവമൊക്കെ കണ്ടപ്പോ എന്നെ എന്തോ സംശയിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ചോദിച്ചതാ. ഡോക്ടർ ഈ ആഴ്ച മുഴുവൻ ഡേ ഡ്യൂട്ടി ആണല്ലേ? അതറിഞ്ഞിട്ട് ഇപ്പൊ തനിക്ക് എന്ത് വേണം? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. മാളവിക എങ്ങോട്ടാ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. മാളു, കർത്താവേ, പണി പാളിയല്ലോ. നീ എന്താ ഇവിടെ? ഞാൻ വീട്ടിലേക്ക് വരാൻ ഇറങ്ങിയത് അച്ഛാ. ആരണോ? അത് ഞാൻ ഇതുവഴി പോയപ്പോ മാളവികയെ കണ്ടപ്പോ വെറുതെ വിശേഷം ചോദിക്കാൻ. വിശേഷമൊക്കെ പറഞ്ഞില്ലേ? എന്നാ പോന്നോക്ക്. മാളുവാ. കുളമായോ? അവളുടെ തന്തപ്പടി പൊട്ടി വീണതുപോലെ പ്രത്യക്ഷപ്പെടുമെന്ന് ആരറിഞ്ഞു? പണി കിട്ടുമോ? എന്ത് പണി? ഉർവശി ശാപം ഉപകാരമായി മോനെ. നീ കേറ്. അവനെന്തിനാ നിന്നെ കാണാൻ വന്നത്? മാളു, നിന്നോടാ ചോദിച്ചത്. ആ അരുൺ എന്തിനാ നിന്നെ കാണാൻ വന്നതെന്ന്. എനിക്കറിയില്ല അച്ഛാ. ഞാൻ ഓട്ടോ പഠിക്കാൻ വേണ്ടി സ്റ്റാൻഡിലേക്ക് നടന്നപ്പോ അയാൾ എന്നെ കണ്ട് എന്റെ അടുത്തേക്ക് വന്നതാ. എന്നിട്ട് അയാൾ എന്താ നിന്നോട് ചോദിച്ചത്? നീ അയാളോട് ക്ഷോഭിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്നാ ചോദിച്ചത്? അത് അയാൾ എന്നോട് എന്തൊക്കെയോ വിശേഷം ചോദിച്ചതാ. അതിന് നീ അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ അതൊരു വെറും ക്ഷേമാന്വേഷണമായിരുന്നില്ല, അതല്ലേ സത്യം? നീ എന്തെങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുന്നുണ്ടോ? അത് പിന്നെ അച്ഛാ, എന്റെയും ഡോക്ടറിന്റെ ലൈഫ് എങ്ങനെ പോകുന്നു, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെയാ അയാൾ ചോദിച്ചത്. അയാളുടെ സംസാരവും പെരുമാറ്റവും എന്നെ കളിയാക്കുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടത്. ഇതിനു മുമ്പും, അതായത് കല്യാണം കഴിഞ്ഞിട്ടും നിന്നെ അയാളിങ്ങനെ വഴി തടഞ്ഞു നിർത്തി സംസാരിക്കാറുണ്ടോ? ഇല്ല അച്ഛാ, ഇന്ന് ആദ്യമായിട്ടാ അയാൾ എന്നെ ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നത്. കല്യാണത്തിന് ശേഷം അയാളെ നീ ഇന്നാണ് പിന്നെ കാണുന്നത്? പറമാളൂ, കല്യാണത്തിന് ശേഷം നീ അയാളെ ഇന്നാണോ പിന്നെ കാണുന്നതെന്ന്? അല്ല, ഇതിനു മുമ്പ് ഒരിക്കൽ ഷോപ്പിംഗ് മാളിൽ വെച്ച് അരുണിനെ ഞാൻ കണ്ടിരുന്നു. അന്ന് ഡോക്ടർ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അന്നും അയാള് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്? അല്ല, അന്ന് അയാൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. പിന്നെ എന്ന് മുതലാ അവൻ മാന്യമായിട്ടല്ലാതെ സംസാരിച്ചു തുടങ്ങിയത്?